പരബ്രഹ്മസ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാദകമലങ്ങളിൽ ശതകോടി പ്രണാമം. സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ, ഇന്ന് നമ്മൾ ആത്മോപദേശ ശതകം 38-ാം മന്ത്രമാണ് മനനത്തിനായി എടുത്തിട്ടുള്ളത്. മന്ത്രം ഇപ്രകാരമാകുന്നു: പലവിധമായി അറിയുന്നത് അന്യ ഒന്നായി വിലസുവതാം സമ എന്നു മേലിലോതും നിലയെ അറിഞ്ഞ് നിവർന്ന് സാമ്യമേലും കലയിൽ അലിഞ്ഞ് കലർന്നിരുന്നിടേണം. പലവിധമായി അറിയുന്നത് അന്യ ഒന്നായി വിലസുവതാം സമ എന്നു മേലിലോതും നിലയെ അറിഞ്ഞു നിവർന്ന് സാമ്യമേലും കലയിൽ അലിഞ്ഞ് കലർന്നിരുന്നിടേണം. നമുക്ക് വാക്കുകളുടെ അർത്ഥം നോക്കാം. പലവിധമായി അറിയുന്നത്, അറിവിൻ്റെ ഏകതയെ പലതായി അറിയുന്നത് അന്യയാണ്. ഒന്നായി വിലസുവതാം, സകലതിനെയും ഒന്നായി അറിയുന്നത് സമയാണ്. എന്നു മേലിലോതും, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി വിശദീകരിക്കാൻ പോകുന്ന നിലയെ അറിഞ്ഞ് എവിടെയാണ് നിലയുറപ്പിക്കേണ്ടതെന്ന് മനസ്സിലാക്കി നിവർന്ന് ബോധത്തെ ഇരു ശക്തികളിൽ നിന്നും നിവർത്തിപ്പിച്ച് സാമ്യമേലും കലയിൽ അന്യയും സമയും ഒത്തുചേരുന്ന നടുനിലയിൽ അലിഞ്ഞ് സ്വയം അലിഞ്ഞു ചേർന്ന് കലർന്നിരുന്നിടേണം. ആ അനുഭൂതി എപ്പോഴും ജീവിച്ചു കൊള്ളണം. ഒരിക്കൽ കൂടി അർത്ഥം പറയാം. അറിവിൻ്റെ ഏകതയെ പലതായി അറിയുന്നത് അന്യയാണ്. സകലതിനെയും ഒന്നായി അറിയുന്നത് സമയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി വിശദീകരിക്കാൻ പോകുന്ന എവിടെയാണ് നിലയുറപ്പിക്കേണ്ടതെന്ന് മനസ്സിലാക്കി ബോധത്തെ ഇരു ശക്തികളിൽ നിന്നും നിവർത്തിപ്പിച്ച് അന്യയും സമയും ഒത്തുചേരുന്ന നടുനിലയിൽ സ്വയം അലിഞ്ഞു ചേർന്ന് ആ അനുഭൂതിയിൽ എപ്പോഴും ജീവിച്ചു കൊള്ളണം. നമുക്ക് ഇനിയും വരികളുടെ ആന്തരികമായ അർത്ഥത്തിലേക്കൊന്ന് പോകാം. സമ എന്താണെന്നും അന്യ എന്താണെന്നും നിർവചിക്കുന്നതാണ് ഈ ശ്ലോകത്തിൽ. അറിവെന്ന് പറയുമ്പോൾ അത് നാനത്വത്തിലേക്കും ഏകത്വത്തിലേക്കും ചലിക്കുന്ന സ്വഭാവത്തോടു കൂടിയതാണ്. അറിവിൻ്റെ ഈ ഗതീയതയെ ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഒരു സൂര്യരശ്മിയെ ഒരു പ്രിസത്തിലൂടെ കടത്തി വിടുകയാണെങ്കിൽ അത് സപ്തവർണ്ണമായി ചിതറിപ്പിരിയുന്നത് നമുക്ക് കാണാൻ കഴിയും, അല്ലേ? ഒരു സൂര്യകിരണത്തെ ഒരു പ്രിസത്തിലൂടെ കടത്തി വിടുമ്പോൾ അത് സപ്തവർണ്ണങ്ങളായിട്ട് പിരിയുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അനേക സൂര്യരശ്മികളെ ഒരു ലെൻസിലൂടെ കടത്തിവിട്ടാൽ അതൊരു ബിന്ദുവിൽ വന്ന് കേന്ദ്രീകരിക്കുന്നതായും നമുക്ക് കാണാം. ഇതേപോലെയാണ് അറിവ്. ഏകദാനമാകുന്നതും ബഹുസ്വരിതമാകുന്നതും ഈ അറിവ് തന്നെയാണ്. വിശേഷണം എന്ന് പറയുന്നത് അറിവിൻ്റെ അന്യ എന്ന തലവുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ സംശ്ലേഷണം അറിവിൻ്റെ സമ എന്ന ശക്തിയാണ്. ഇവ രണ്ടിൽ ഏതെങ്കിലും ഒന്നിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ജീവിത വീക്ഷണത്തെ അല്ല സ്വാമി തൃപ്പാദങ്ങൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഇവയ്ക്ക് രണ്ടിനും അവയുടേതായ സാംഗത്യങ്ങളുണ്ട്, അതുപോലെ തന്നെ പ്രസക്തിയുമുണ്ട്. സമയെ ഉപയോഗിക്കേണ്ടിടത്ത് സമയെ ഉപയോഗിക്കുവാനും അന്യയെ ഉപയോഗിക്കേണ്ടിടത്ത് അന്യയെ ഉപയോഗിക്കുവാനും അറിയുന്നവനാണ് യോഗി. ഒരു യഥാർത്ഥ യോഗി എന്ന് പറയുന്നത് സമയെ എവിടെയാണ് ഉപയോഗിക്കേണ്ടത്, അതുപോലെ അന്യയെ എവിടെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് യഥാർത്ഥമായിട്ട് അറിയുന്ന ആളാണ്. അങ്ങനെ രണ്ട് ധ്രുവങ്ങളെയും കുശലതയോടുകൂടി ഉപയോഗിക്കണമെങ്കിൽ നാം നമ്മുടെ ഉണ്മയെ ഒരു നടുനിലയിൽ നിർത്തേണ്ടതായിട്ട് ഉണ്ട്. ആ നടുനിലയാണ് സാമ്യമേലും കല. ആ നടുനിലയെ പറയുന്നതാണ് സാമ്യമേലും കല. ആ കലയിൽ അലിഞ്ഞു ചേർന്ന് അതായി തന്നെ ഇരിക്കണം. ഇവിടെ ദ്വന്ദ്വാതീതനായി തീരുന്ന യോഗി
കർത്തൃത്വ ജ്ഞാനർത്ഥ ഭോക്തൃത്വ ദോഷങ്ങളിൽ നിന്നെല്ലാം മുക്തനായി തീരുകയാണ്. സജ്ജനങ്ങളായ പ്രയാത്മ സഹോദരരെ, 38-ാം മന്ത്രത്തിൻ്റെ ലഘു വ്യാഖ്യാനമാണ് ഇവിടെ നമ്മൾ അവതരിപ്പിച്ചത്. അടുത്ത മന്ത്രവുമായി അടുത്ത ദിവസം നമുക്ക് കണ്ടുമുട്ടാം. ഗുരുവും ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ. ഓം.